കട്ടക്കടയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോവുകയായിരുന്നു. ആയില്യം എന്ന ആംബുലൻസാണ് അപകടത്തിലായത്. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി നൗഫൽ ചേരുകയാണ്. നൗഫൽ, ഈ ആംബുലൻസ് ഉണ്ടായിരുന്ന രോഗിയുടെ അവസ്ഥ എന്താണ്? രോഗിക്കൊപ്പം ആരാണ് ഉണ്ടായിരുന്നത്? അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? സിജു, ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി പറയുന്ന ഒറ്റശേഖരമംഗലത്ത് ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട രോഗിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് ആണ് ഈ പറയുന്ന അപകടത്തിൽപ്പെടുന്നത്. അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഭാഗത്തുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ വെച്ച് എതിർ വരുന്ന ബൈക്കിനും തൊട്ടടുത്തുള്ള കാറിലും ഇടിക്കുകയായിരുന്നു. ഈ പറയുന്ന അപകടത്തിന്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും ഇപ്പോഴും വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ബൈക്കിൽ, അതായത് ആംബുലൻസിൽ ഉണ്ടായിരുന്നയാളെ മറ്റൊരു ആംബുലൻസ് വരുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന അപകടത്തിൽ തെറിച്ചു വീഴുന്ന പരിക്കേറ്റിട്ടുണ്ട് എങ്കിലും അത് വലിയ നിസ്സാരമായ പരിക്കുകളാണ്, വലിയ ഗുരുതരമായ പരിക്കുകൾ അല്ല എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആംബുലൻസിലുണ്ടായ രോഗിയെ മറ്റൊരു ആംബുലൻസ് വരുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായി. പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെട്ട് കാര്യങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് ആക്കിയിട്ടുണ്ട് നിലവിൽ. ശരി, നൗഫലാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രോഗിയുമായ പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു.